അപ്പോൾ അവസാന ഇന്നിംഗ്സിൽ 4ാം ഇന്നിംഗ്സിൽ തൈജുൽ ഇസ്ലാം നേടിയ 6 വിക്കറ്റുകളാണ് ബംഗ്ലാദേശിന് മുൻകൈ നൽകിയത്. അതോടെ പാകിസ്ഥാന്റെ റൺ ചേസ് 358 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. അതോടെയാണ് ബംഗ്ലാദേശ് 78 റൺസിന്റെ വിജയവും പരമ്പര 2-0 തൂത്തുവാരുകയും ചെയ്തത്. 5ാം ദിവസം വീണ 3 വിക്കറ്റുകളിൽ 2 എണ്ണം വീഴ്ത്തിയ ഇടങ്കയ്യൻ സ്പിന്നർ തൈജുൽ ഇസ്ലാം 34.2 ഓവറിൽ 120 റൺസ് വഴങ്ങിയാണ് 6 വിക്കറ്റ് വീഴ്ത്തിയത്. 4ാം ദിവസം പാകിസ്ഥാൻ 316-ന് 7 എന്ന നിലയിലായിരുന്നു. 166 പന്തിൽ 94 റൺസുമായി മുഹമ്മദ് റിസ്വാന്റെ ചെറുത്തുനിൽപ്പ് ഉണ്ടായെങ്കിലും അതൊന്നും ബംഗ്ലാ വിജയത്തെ തടയാൻ മാത്രം കരുത്തുള്ളതായിരുന്നില്ല. മത്സരത്തിൽ ബംഗ്ലാദേശ് ആദ്യ ഇന്നിംഗ്സിൽ ലിറ്റൻ ദാസിന്റെ സെഞ്ചുറി കരുത്തിൽ നേടിയത് 278 റൺസാണ്. മറുപടിയിൽ പാകിസ്ഥാൻ ആദ്യ ഇന്നിംഗ്സിൽ 232 റൺസിന് പുറത്താകുന്നു. 2ാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ മഷ്ഫീഖുർ റഹീമിന്റെ സെഞ്ചുറിയോടെ അവർ കുതിച്ചപ്പോൾ അവർ നേടിയത് 390 റൺസാണ്. അതോടെ തന്നെ അവർ ഒരു വൈറ്റ് വാഷ് സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് ഉയർത്തിയത് 437 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ്. 2ാം ഇന്നിംഗ്സിൽ മുൻ നായകനായ നേരത്തെ പറഞ്ഞതുപോലെ മുഷ്ഫീഖുർ റഹീമിന്റെ തകർപ്പൻ സെഞ്ചുറിക്കൊപ്പം ഒരിക്കൽ കൂടി ലിറ്റൻ ദാസ് തിളങ്ങിയിരുന്നു. 69 റൺസ് നേടിക്കൊണ്ട് അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു. മറുവശത്ത് മുഷ്ഫീഖുർ റഹീം ആവട്ടെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നുമായിട്ടാണ് ബംഗ്ലാദേശിനെ മുന്നിൽ നിന്ന് 2ാം ഇന്നിംഗ്സിൽ ജയിച്ചത്. 233 പന്തുകൾ നേരിട്ട് അദ്ദേഹം 12 ഫോറുകളും ഒരു സിക്സറും അടക്കം 137 റൺസാണ് എടുത്തത്. 1ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ലിറ്റൻ ദാസ് 2ാം ഇന്നിംഗ്സിൽ 92 പന്തിലാണ് 69 റൺസ് 5 ബൗണ്ടറി അടക്കം നേടിയത്. ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് മത്സരത്തിൽ പാകിസ്ഥാന്റെ വിജയപ്രതീക്ഷകൾ പൂർണ്ണമായും തകർത്തത്. ഒടുവിൽ സാജിദ് ഖാന്റെ പന്തിൽ മുഷ്ഫീഖുർ റഹീം പുറത്താവുമ്പോഴേക്കും ബംഗ്ലാദേശ് ശക്തമായ നിലയിലേക്ക് എത്തിയിരുന്നു. 4ാം ഇന്നിംഗ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ പാക് ഇന്നിംഗ്സ് 358 റൺസിൽ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ബംഗ്ലാദേശ് സ്ക്രിപ്റ്റ്സ് ഹിസ്റ്ററി ബൈ വൈറ്റ് വാഷിംഗ് പാകിസ്ഥാൻ 2-0 ഇൻ ടെസ്റ്റ് സീരീസ്. എ ടഫ് ഔട്ടിംഗ് ഫോർ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന് തന്നെ പറയാം. ആദ്യ ടെസ്റ്റിൽ ബംഗ്ലാദേശ് 104 റൺസിന് വിജയിച്ചിരുന്നു. 2024-ൽ 2-0 വിജയിച്ച ബംഗ്ലാദേശിന് ഈ ഒരു വിജയം പാകിസ്ഥാനെതിരായ തുടർച്ചയായ 2ാമത്തെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരലായി മാറുകയുണ്ടായി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ അവരുടെ ക്രിക്കറ്റ് മാനേജ്മെന്റിൽ സംഭവിക്കും, അല്ലെങ്കിൽ ആ ടീമിൽ സംഭവിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. ഏതൊക്കെ തലകൾ ഉരുളുമെന്നും കണ്ടു തന്നെ അറിയണം.